ഡൽഹിയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം. മയൂർ വിഹാർ ഫേസ് 1 സെന്റ് മേരീസ് ചർച്ചിലെ രൂപക്കൂട് തകർത്തു. ബൈക്കിലെത്തിയ യുവാവാണ് ആക്രമണം നടത്തിയത്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡൽഹി മയൂർ വിഹാർ ഫേസ് 1 സീറോ മലബാർ സഭയുടെ ഡൽഹി ഫരീദാബാദ് രൂപതയ്ക്ക് കീഴിലുള്ള സെന്റ് മേരീസ് ചർച്ചിന് നേരെയാണ് ഇന്ന് രാവിലെ 11:30 ഈ ആക്രമണം ഉണ്ടായത്. സ്കൂട്ടറിലെത്തിയ ഒരു യുവാവ് ഇഷ്ടിക ഉപയോഗിച്ച് ഈ പള്ളിയുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ ചില്ല്, അതായത് ഈ രൂപക്കൂടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഈ രൂപക്കൂടിൻ്റെ മുൻവശത്തെ ചില്ല് തകർന്ന് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഭാഗത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ എറിയാൻ ഉപയോഗിച്ച ഇഷ്ടികയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ തകർന്ന ചില്ലിൻ്റെ ഭാഗങ്ങളും ഇവിടെ ഈ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം പള്ളിയുടെ ഭാരവാഹികൾ ഇവിടേക്ക് എത്തുകയും ഈ രൂപക്കൂടിനകത്തുനിന്ന് മാതാവിനെ മാറ്റുകയും തുടർന്ന് ഈ തകർന്ന രൂപക്കൂടിൻ്റെ ഈ ചില്ല് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മാതാവിൻ്റെ പ്രതിമ വീണ്ടും ഈ രൂപക്കൂടിനുള്ളിൽ സ്ഥാപിച്ചത്. അതിനുശേഷം ഈ ഭാഗമെല്ലാം വൃത്തിയാക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഇവിടേക്ക് പോലീസിൻ്റെ ഒരു സംഘം എത്തി ചില പരിശോധനകൾ നടത്തി. അതിനുശേഷം ഈ പരിസരത്തെ CCTVകൾ പോലീസ് സംഘം അതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതിൽ നിന്നും ഈ ആക്രമണം നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞതായുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്കൂട്ടറിലെത്തിയ യുവാവ് ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. ഹെൽമറ്റ് ധരിക്കാതെ ഒരു ഇഷ്ടികയുമായാണ് യുവാവ് ഈ ആക്രമണത്തിനായി ഈ പള്ളിയുടെ ഭാഗത്തേക്ക് എത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ശേഖരിക്കാനായി കഴിഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ പള്ളി ഭാരവാഹികൾ പറയുന്നത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന തരത്തിലാണ്. ഒരുപക്ഷെ പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി നൽകിയാൽ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് അല്പസമയം കഴിയുമ്പോൾ ഒരു വിശദമായ പരിശോധനയ്ക്കായി ഇവിടെ എത്തും എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും എന്ത് കാരണത്താലാണ് ഈ യുവാവ് ഇത്തരമൊരു ആക്രമണം ഈ പള്ളിക്ക് നേരെ നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് പുറത്തു വരിക. എന്തായാലും ഇനി പള്ളി ഭാരവാഹികൾ പരാതി നൽകുന്ന മുറയ്ക്കായിരിക്കും അത്തരം നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുക. ക്യാമറാമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി.